ആദ്യം തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും വളരെയധികം നന്ദി അർപ്പിക്കുകയാണ്. നമ്മൾ ആ വീഡിയോ ഡിസ്കസ് ചെയ്തത് എങ്ങനെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ജസ്റ്റ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് ക്ലച്ച് പെഡൽ റിലീസ് ചെയ്യുക, എങ്ങനെയാണ് വാഹനം സ്റ്റാർട്ടാക്കുന്നത്, ഇതേപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും നമുക്ക് ജസ്റ്റ് ഒരു വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൗണ്ടിൽ നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് മൂവ് ചെയ്ത് പഠിക്കാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാത്രമാണ് നമ്മൾ ആ വീഡിയോ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ റോഡിൽ ഇറങ്ങി വാഹനം ഓടിച്ചാൽ മാത്രമേ നമുക്ക് വാഹനത്തിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ പല കാര്യങ്ങളും പഠിക്കുവാൻ പറ്റുകയുള്ളൂ. എന്നാൽ നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ ഇറങ്ങുന്നതിന് മുമ്പേ കുറച്ച് നിയമങ്ങൾ റോഡിലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ വാഹനം നല്ലപോലെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോഡിലെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന സെക്ഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിനു മുമ്പ് റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാൻ സജു, നമ്മുടെ ചാനൽ സജു ആൻഡ് കാർഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. റോഡിലെ നിയമങ്ങളെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാൽ നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കാത്ത ഒരു നിയമമാണ്. നമ്മളുടെ ഇന്ത്യൻ റോഡുകളിൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ്. നമ്മുടെ നാട്ടിൽ വിപണിയിലുള്ള വാഹനങ്ങൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വെഹിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടാണ്. ഇതാണ് ഇന്ത്യൻ നിയമം. എന്നാൽ ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങളാണ് നമുക്ക് ലഭിക്കുക. അവിടെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത് റോഡിൻ്റെ റൈറ്റ് സൈഡ് ചേർന്നിട്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രാജ്യത്താണോ ഡ്രൈവ് ചെയ്യുന്നത് ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ. തൽക്കാലം നമുക്ക് ഇന്ത്യയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ റോഡിൻ്റെ ഇടതുവശം ചേർന്ന് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. ഇനി നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു വാഹനം ടേൺ ചെയ്യണം. നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴിയിലേക്കാണ് ടേൺ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയിട്ട് ലെഫ്റ്റ് സൈഡിലെ വഴിയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കടക്കാൻ പാടില്ല. അത് ടേൺ ചെയ്തതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ട് വേണം ടേൺ ചെയ്യാൻ. ഇനി നമുക്ക് ടേൺ ചെയ്യേണ്ടത് റോഡിൻ്റെ റൈറ്റ് സൈഡാണ്, അല്ലെങ്കിൽ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ്. തീർച്ചയായും ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ടേൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ടേൺ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റോഡിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളുടെ വാഹനം കൊണ്ടുവരിക. സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന ശേഷം അവിടെ നമ്മുടെ വാഹനം ഒന്ന് സ്ലോ ചെയ്യുക. നമ്മുടെ പുറകെ വരുന്ന വാഹനങ്ങൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് വഴി നമ്മളെ കടന്നു പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ റൈറ്റ് സൈഡിലുള്ള വാഹനങ്ങൾ ആ റോഡ് എപ്പോൾ ക്ലിയർ ആവുന്നു അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഇടതുവശം ചേർന്ന് വാഹനം ഡ്രൈവ് ചെയ്ത് പോയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ നേരെ വാഹനം റോഡിൻ്റെ സെൻറ്റർ ചേർന്ന് ഡ്രൈവ് ചെയ്ത് സ്ലോ ചെയ്യുക. അവിടെ അതിനുശേഷം ആ ഓപ്പോസിറ്റ് റോഡ് എപ്പോൾ ക്ലിയർ ആകുന്നു അപ്പോൾ നമുക്ക് റൈറ്റ് ടേൺ ചെയ്തിട്ട് പോകാവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓവർടേക്കിങ്. ഇന്ത്യൻ റോഡിൽ ഓവർടേക്ക് ചെയ്യേണ്ടത് നമ്മൾ ഏത് വാഹനത്തെയാണ് ഓവർടേക്ക് ചെയ്യുന്നത് ആ വാഹനത്തിന് റൈറ്റ് സൈഡിൽ കൂടെ വേണം നമ്മൾ ഓവർടേക്ക് ചെയ്യുവാൻ. അതുപോലെ തന്നെ നമ്മൾ ഏത് വാഹനത്തെയാണോ ഓവർടേക്ക് ചെയ്യുന്നത് ആ വാഹനത്തിൻ്റെ ഡ്രൈവറുടെ പെർമിഷൻ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാങ്ങിക്കുവാൻ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു നമ്മൾ വാഹനം ഓവർടേക്ക് ചെയ്യേണ്ടത് വലതുവശത്തൂടെയാണ്. ഇനി വലതുവശത്തോടെ തന്നെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മുമ്പിലുള്ള ഡ്രൈവർ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുന്നുണ്ട്. ആ വാഹനങ്ങൾക്ക് നമ്മളുടെ വാഹനം ഓവർടേക്ക് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ തടസ്സമാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ സമയത്ത് ഓവർടേക്ക് ചെയ്യുവാൻ പാടുള്ളതല്ല. അതുപോലെ വളവുള്ള സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെയ്യുവാൻ പാടുള്ളതല്ല. ഓവർടേക്കിങ്ങിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ വിസിറ്റ് ചെയ്ത് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇനി മറ്റൊരു വാഹനം നമ്മളുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ സമയത്ത് ഒരിക്കലും നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടാൻ പാടില്ല. നമ്മൾ വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ചിട്ട് ആ വാഹനത്തെ കടന്നു പോകാൻ അനുവദിക്കുക. ചില ജംഗ്ഷനുകളിലേക്ക് എത്തുമ്പോൾ ചില 4 റോഡുകളിലൊക്കെ ഒന്നിച്ച് ചേരുന്ന ചില ജംഗ്ഷനുകളുണ്ട്. അത്തരം ജംഗ്ഷനുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ തീർച്ചയായും കുറച്ച് മുൻകരുതൽ കൂടുതൽ എടുക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വാഹനം മറ്റുള്ള വാഹനങ്ങൾക്ക് ഒരു തടസ്സമാകുന്നില്ല, അല്ലെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻ്റർസെക്ഷനിൽ എപ്പോഴും റൈറ്റ് സൈഡിൽ കൂടി വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന കാണുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ജംഗ്ഷനിലേക്ക് എത്തുകയാണെങ്കിൽ
ഏതെങ്കിലും വാഹനം ഓൾറെഡി ജംഗ്ഷനിലേക്ക് കടന്നുവെങ്കിൽ ആ വാഹനത്തെ കടന്നു പോകാൻ അനുവദിക്കുക. അതിനുശേഷം നമ്മളുടെ വാഹനം മുന്നോട്ടെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് തുടങ്ങിയ ഉണ്ടാവാനും അതിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാകാനും സാധ്യതയുണ്ട്. ഇനി റോഡിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എമർജൻസി വെഹിക്കിൾസ്. നമ്മുടെ പോലീസിൻ്റെ വെഹിക്കിൾ, ആംബുലൻസ് വെഹിക്കിൾ തുടങ്ങിയ എമർജൻസി വെഹിക്കിൾ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളുടെ വാഹനത്തിന് സ്ലോ ചെയ്ത് ആ വാഹനത്തിന് കടന്നു പോകാനുള്ള സ്പേസ് ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളുടെ കടമയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കൂട്ടറാണ് പെഡസ്ട്രിയൻസ്. സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് കടന്നു പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. അത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ വാഹനം സ്റ്റോപ്പ് ചെയ്ത് അവരെ കടന്നു പോകാൻ അനുവദിക്കുക. ചില സ്ഥലങ്ങളിൽ നമുക്ക് യു ടേൺ പാടില്ല എന്ന സിഗ്നൽ ഉണ്ടാകും. അത്തരം സ്ഥലങ്ങളിൽ ഒരിക്കലും നമ്മൾ യു ടേൺ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നല്ല തിരക്കുള്ള റോഡുകളാണെങ്കിൽ അവിടെയും നമ്മൾ യു ടേൺ എടുക്കാൻ പാടുള്ളതല്ല. നമ്മളുടെ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ തീർച്ചയായും നമ്മളുടെ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നമ്മൾ സിഗ്നൽ കൊടുത്തിരിക്കണം. നമ്മൾ യു ടേൺ ചെയ്യാൻ പോകുക എന്നുള്ളത് ആ വാഹനത്തെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ തന്നെയാണ്. റോഡുകളിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖലയാണ് സിഗ്നൽസ്. സിഗ്നലുകൾ നമ്മൾ യൂസ് ചെയ്യണത് നമ്മൾ മറ്റുള്ള വാഹനങ്ങൾക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. നല്ല സ്പീഡിൽ പോകുന്നൊരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ വാഹനത്തിന് സ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് സിഗ്നൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വാഹനം സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ സിഗ്നൽ കൊടുക്കണം. നമ്മൾ വാഹനം ടേൺ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ സിഗ്നൽ കൊടുക്കണം. ഇനി മറ്റൊരു വാഹനം നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായി തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ പെർമിഷൻ കൊടുക്കാൻ നമുക്ക് സിഗ്നൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ആ വാഹനത്തെ കടന്നു പോകാൻ നമുക്ക് അനുവദിക്കാവുന്നതാണ്. സിഗ്നലിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ നമുക്കറിയാൻ പറ്റും. ഇൻഡിക്കേറ്റർ നമ്മൾ സ്വിച്ചിൽ, ഹെഡ്ലൈറ്റ് സ്വിച്ചിൽ നമ്മൾ പ്രസ് ചെയ്യുന്നതനുസരിച്ചാണ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുക. നമ്മൾ ഏത് സൈഡിലേക്കാണോ പ്രസ് ചെയ്യുന്നത് ആ സൈഡിലെ ഇൻഡിക്കേറ്ററാണ് വർക്ക് ചെയ്യുക. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നത് നമ്മൾ സാധാരണ ടേൺ ചെയ്യുന്ന സമയത്താണ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്ററിനെ പറ്റി പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് അല്ലെ ഇൻഡിക്കേറ്റർ ഇടുന്നത് നമ്മൾ പുറകിൽ വരുന്ന വാഹനത്തെ നമ്മൾ ടേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. അല്ലാതെ നമ്മൾ വാഹനം ടേൺ ചെയ്യുകയാണ് എന്ന് സൂചിപ്പിക്കാനല്ല. പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് നമ്മൾ വാഹനം എപ്പോൾ ടേൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോഴാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് തുടങ്ങേണ്ടത്. ഒരിക്കലും നമ്മൾ ടേൺ ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് അപ്പോൾ തന്നെ വാഹനം ടേൺ ചെയ്യാൻ പാടില്ല. ഏകദേശം ഒരു 100 മീറ്റർ മുമ്പെങ്കിലും നമ്മൾ ആ വാഹനത്തെ ടേൺ ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയം, ആ സമയത്ത് തന്നെ നമ്മൾ വാഹനത്തിന് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് ഇടേണ്ടതാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പാർക്കിങ്. നമ്മൾ ഒരു വാഹനം പാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് റോഡിലുള്ള മറ്റു വാഹനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും വാഹനം പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഏതെങ്കിലും രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റീപ്ലേസ് ചെയ്ത് പുതിയ രജിസ്ട്രേഷൻ നമ്പർ വാങ്ങിച്ച് ഫിക്സ് ചെയ്യേണ്ടതാണ്. ഒരിക്കലും ഒരു ഡാമേജ് ആയ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ നമ്മുടെ വാഹനത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ കയറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ ഫ്രണ്ടിലെ വിൻഷീൽഡിൽ ഏതെങ്കിലും മറയുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും വാഹനത്തിൽ നമ്മളുടെ സാധനങ്ങൾ കയറ്റാൻ പാടുള്ളതല്ല. ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു മേഖലയാണ് വൺ വേ റോഡ്സ്. വൺ വേ റോഡ് മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡ്രൈവ് ചെയ്യാവുള്ളൂ. ഒരിക്കലും എന്ത് അത്യാവശ്യമുള്ള സംഭവമാണെങ്കിലും ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളതല്ല. ചില റോഡുകളിലൊക്കെ പ്രത്യേകിച്ചും ജംഗ്ഷനുകളിൽ നമുക്ക് ലൈൻസ് കാണാവുന്നതാണ്, സ്റ്റോപ്പ് ലൈൻസ് കാണാവുന്നതാണ്. ട്രാഫിക് ലൈറ്റ്സിന് മുമ്പായിട്ട് ഒരു ലൈൻ കാണാവുന്നതാണ്. നമ്മളെപ്പോഴും വാഹനം നിർത്തേണ്ടത് ആ ലൈനിന് തൊട്ട് പുറകിലായിട്ട് വേണം നമ്മൾ വാഹനം നിർത്താം. ഒരിക്കലും ആ ലൈനിൻ്റെ മുകളിൽ കയറിയോ ലൈനിൻ്റെ ഫ്രണ്ടിലോ ആയിരിക്കില്ല വാഹനം നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ശബ്ദ മലിനീകരണത്തിന് നമ്മുടെ വാഹനങ്ങൾക്ക് വളരെയധികം പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മൂലം ഒരു ശബ്ദ മലിനീകരണം കൂടുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ കടമയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഹോണിൻ്റെ യൂസാണ് ഒന്ന്. ആവശ്യമില്ലാതെ ഒരിക്കലും ഹോൺ യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എക്സ്ട്രാ ഹോൺസ് ഫിറ്റ് ചെയ്ത് വളരെ ലൗഡിലുള്ള സൗണ്ടിൽ ഹോൺ വെച്ച് ഒരിക്കലും നമ്മൾ ഡ്രൈവ് ചെയ്ത് അങ്ങനത്തെ അനാവശ്യമായ ഹോണുകൾ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ചില പ്രൊഹിബിറ്റഡ് ഏരിയാസ്, അതായത് സ്കൂള്, ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആവശ്യമില്ലാതെ ഹോൺ മുഴക്കാതിരിക്കുക. അതുപോലെ തന്നെ ചില വാഹനങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉള്ള സമയത്ത് വളരെയധികം സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ മാക്സിമം റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകാതിരിക്കുക. അത്തരം വാഹനങ്ങൾ ടോ ചെയ്ത് തന്നെ അടുത്തുള്ള ഗാരേജിൽ, വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. സൗണ്ട് പൊല്യൂഷൻ കൂട്ടുന്ന മറ്റൊരു സംഭവമാണ് ഈ സൈലൻസർ ഇല്ലാത്ത വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും നമ്മൾ റോഡിൽ സൈലൻസർ ഇല്ലാത്ത ഒരു വാഹനവുമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പാടുള്ളതല്ല. റോഡിലിറങ്ങുമ്പോൾ നമുക്ക് പറയാതെ തന്നെ അറിയാൻ പറ്റും റോഡിലെ ട്രാഫിക് സൈൻസ്
അല്ലെങ്കിൽ അതിലെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളുടെ നിർദ്ദേശങ്ങൾ ഇതൊക്കെ നമ്മൾ അതിൻ്റെ അതായത് രീതിയിൽ തന്നെ കറക്റ്റ് സമയത്ത് പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സേഫ്റ്റി ടിപ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫ്രണ്ടിലെ വാഹനവുമായിട്ട് ഒരു സേഫ് ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. നോർമലി പറയുന്ന ഒരു 3 സെക്കൻഡ് റൂൾ എന്നാണ് പറയുന്നത്. നമ്മുടെ മുമ്പിലുള്ള വാഹനം ഒരു ഒബ്ജക്റ്റിനെ കടന്നു പോകുന്നു, നമ്മൾ ആ ഒബ്ജക്റ്റിലേക്ക് എത്താൻ ഒരു 3 സെക്കൻഡ് ടൈമെങ്കിലും എടുത്തിരിക്കണം. അതായത് 2 കാറിനിടയ്ക്ക് ഒരു 3 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇതാണ് 3 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഈ 3 സെക്കൻഡ് നമ്മൾ നൈറ്റിലാണെങ്കിൽ 5 സെക്കൻഡും, ഒരു മഴയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ വെറ്റ് റോഡ്സിലൊക്കെ ആണെങ്കിൽ 6 സെക്കൻഡും 7 സെക്കൻഡും ഒക്കെ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ നമ്മൾ നല്ലൊരു ഇറങ്ങി വരികയാണ്, ആ സമയത്ത് ഏതെങ്കിലും ഒരു വാഹനം കയറി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റോഡിന് അല്പം വീതി കുറവാണ്, നമ്മുടെ വാഹനം സ്റ്റോപ്പ് ചെയ്ത് ഒരു സൈഡിലേക്ക് ഒതുക്കി കയറി വരുന്ന വാഹനത്തെ നമ്മൾ കടന്നു പോകാൻ അനുവദിക്കേണ്ടതാണ്. നമ്മളൊരു ജംഗ്ഷനിൽ ഡ്രൈവ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അവിടെ ഒരു നല്ല മീറ്റിംഗ് നടക്കണം, നല്ല ജനക്കൂട്ടമുള്ള ഒരു റോഡാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മാക്സിമം 25 km/h സ്പീഡ് മാത്രമേ നമ്മൾ കീപ്പ് ചെയ്യാവൂ. ഒരിക്കലും അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പീഡിൽ അത്തരം റോഡുകളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളതല്ല. നമ്മൾ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിൻ്റെ കപ്പാസിറ്റി. ഓരോ വാഹനങ്ങൾക്കും ഓരോ സീറ്റ് കപ്പാസിറ്റി, അതുപോലെ ലോഡ് കപ്പാസിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളുടെ വാഹനത്തിലുള്ള സീറ്റ് കപ്പാസിറ്റിയിൽ മാത്രം ഒതുങ്ങി നിന്ന് ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും അതിൽ കൂടുതൽ ആൾക്കാരെ ഒക്കുപ്പൈ ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ ലോഡ് കയറ്റുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൽ എത്ര ലോഡാണ് കയറ്റേണ്ടത് എന്ന് ഒരു കണക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലോഡ് ലിമിറ്റ് ഉണ്ടാവും. ആ ഇതിന് മുകളിലേക്ക് ഒരിക്കലും നമ്മുടെ വാഹനത്തിൽ ലോഡ് കയറ്റി ഡ്രൈവ് ചെയ്യാൻ പാടുള്ളതല്ല. ഇത് നമ്മുടെ വാഹനത്തിന് ഡാമേജാണ്, അതുപോലെ തന്നെ നമ്മളുടെ സേഫ്റ്റിക്കും അത് അഫക്റ്റ് ചെയ്യുന്നു. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹസാഡസ് മെറ്റീരിയൽ പോലെയുള്ള ഡേഞ്ചറസ് ഐറ്റംസ് നമ്മൾ വാഹനത്തിൽ കൊണ്ടുപോകാതിരിക്കുക. നമ്മൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഏതെങ്കിലും രീതിയിൽ ഹാനികരമാകുന്ന വസ്തുക്കൾ നമ്മുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വാഹനം റിവേഴ്സിലേക്കാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ 2 സൈഡിലെ മിററും അതുപോലെ നമ്മുടെ സെൻറ്റർ ഇന്നർ റിയർ വ്യൂ മിററും നോക്കി മറ്റു ആൾക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തടസ്സങ്ങളോ ഇല്ലെന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ട ശേഷം മാത്രം നമ്മൾ റിവേഴ്സിലേക്ക് വാഹനം ഡ്രൈവ് ചെയ്യുക. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ വാഹനങ്ങൾ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ വാഹനങ്ങൾ കരുതേണ്ടതാണ്. ഉദാഹരണത്തിന് ലൈസൻസ്, RC ബുക്ക്, ഇൻഷുറൻസിൻ്റെ പേപ്പർ, അങ്ങനെയുള്ള അത്യാവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ വാഹനത്തിൽ കരുതേണ്ടത് ഒരു ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. വാഹനവുമായി റോഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനിയും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.